ഞാൻ ഇന്ന് രാവിലെ ഒരു അവിയൽ വയ്ക്കാനായിട്ടാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലൊരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഈ അവിയൽ വയ്ക്കുമ്പോൾ ഈ ചട്ടിയുടെ ഈ ഉരുളിയുടെ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി. ചിലതൊക്കെ ഈ മലക്കറികൾ ഒട്ടി പിടിച്ചിരിക്കും, അതുകൊണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഏത്തക്ക, നമ്മുടെ മിക്കവരുടെയും പ്രശ്നമാണ് ഈ അവിയൽ വയ്ക്കുമ്പോൾ ഈ അതിലിടുന്ന ഏത്തക്ക നല്ല വേഗത്തില്ല. കാരണം ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടും, പക്ഷേ ഏത്തക്ക വേവാൻ ഒരല്പം താമസമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ഈ ഏത്തക്ക കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ആദ്യം ഞാനൊന്ന് ഒന്ന് നല്ലവണ്ണം ഒരു 3-4 തിളയ്ക്കുമ്പോൾ ഈ ഏത്തക്ക ഏകദേശം ഒന്ന് വെന്ത് കിട്ടും. അതിനുശേഷം ഈ പച്ചക്കറി ഇട്ട് നമുക്ക് വേവിക്കാം. ഓക്കെ, ഇതാ ഈ ഏത്തക്ക ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളടുത്ത പച്ചക്കറിയും കൂടെ ഒന്ന് തട്ടുകയാണെങ്കിൽ അല്പം വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ പച്ചക്കറികൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഞാനൊരു കൂട്ടുണ്ടാക്കി വെച്ചു. കൂട്ട് വേറൊന്നുമല്ല, തേങ്ങ, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്തൊരു കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊന്ന് തട്ടി അടച്ചിടാവേ. ഇതാ നമ്മുടെ അവിയൽ എന്തായെന്ന് നോക്കാം. നല്ല അടിപൊളി അവിയൽ ഓക്കെ ആയിട്ടുണ്ട്. ഏത്തക്കായൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ബാക്കി പച്ചക്കറിയും എല്ലാം നല്ലവണ്ണം വെന്ത് അടിപൊളി അവിയൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിയൽ വയ്ക്കുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. ഓക്കെ, ബൈ.